ഓം കാർപ്പണ്യദോഷോ ഭഗതസ്വഭാവകവൃക്ഷാമത്താം ധർമ്മസമ്മൂഢചേതക ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗയോഗത്തിലെ 11-ാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിനു മുമ്പ് 1-ാമത്തെ ശ്ലോകം തൊട്ട് 10-ാമത്തെ ശ്ലോകം വരെ ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശ്രീ ഭഗവാനുവാച അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതിം ദാനം ദമശ്ചയജ്ഞസ്സധ്യായസ്തവമാർജവം അഹിംസാ സത്യമക്രോധ ത്യാഗശാന്തിരപൈശുനം ദയാഭൂതേഷു ലോലുപ്തം മാർദ്രവം ക്ഷീരചാപലം തേജക്ഷമാ ധൃതി ശൗചം മദ്രോഹോ നാദിമാന്യത ഭവന്തി സമ്പദം ദേവി അഭിജാതസ്യ ഭാരത ദംഭോ ദർഭോ അഭിമാനശ്ച ക്രോധപാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരീം ദേവീ സമ്പദ്വിമോക്ഷായ നിമന്ധയാമാസുരീമതാ മാസുജ സമ്പദം ദേവി അഭിജാതോऽസി പാണ്ഡവ ദൗഭൂതസർഗോ ലോകേ യസ്മിൻ ദൈവാസുര ഏവ ച ദൈവോ വിസ്തരസ്യ പ്രോക്താസുരം പാത്തമേ ശൃണു പ്രവൃത്തിം ച നിവർത്തിം ച ജനാനാ വിദുരാസുര ന ശൗചം നാപി ചാപരോ ന സത്യം തേഷു വിദ്യതേ അസത്യമപ്രതിഷ്ഠം തേ ജഗതാഹുരണീശ്വരം അപരസ്പര സംഭൂതം കിം മന്യൽ കാമഹൈതുകം ഏതാം ദൃഷ്ടമിഷ്ടഭ്യ നഷ്ടമാത്മനോ ലുപ്തയ പ്രവദന്ത്യുഗ്രകർമാണ ക്ഷയായ ജഗദോഹിതാം കാമാശ്രിത്യ ദുഷ്പൂരം ദംഭമാന്യമതന്നിത മോഹാഗ്രഹിത്വാ സദ്ഗ്രാഹാൻ പ്രവർത്തന്തേ ശുചീവൃത. ഓം ശാന്തി. 11-12 ശ്ലോകങ്ങൾ. ചിന്ത അപരിമേയാം ച പ്രളയാന്തമാം ഉപാശ്രിത കാമോ ഉപഭോഗപരമാം ഏതാ വദതി നിശ്ചിത ആശാപാശതൈർബദ്ധ കാമക്രോധപരായണഃ ഈഖന്തേ കാമഭോഗാർത്ഥം അന്യായേന അർത്ഥസഞ്ചയൻ. മാത്രമല്ല ആസുരീഭാവമുള്ളവർ അളവില്ലാത്തതും മരണം വരെ നിലനിൽക്കുന്നതുമായ ചിന്തയെ ആശ്രയിച്ചവരും വിഷയസുഖ അനുഭവത്തെ പരമപ്രധാനമെന്ന് കരുതുന്നവരും ഇത് തന്നെയെല്ലാം, അതായത് ഇതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് നിശ്ചയിച്ചവരും അനേകം ആശാപാശങ്ങളിൽ ബദ്ധരും കാമക്രോധങ്ങളിൽ മുഴുകുന്നവരുമായ അവർ വിഷയസുഖാനുഭവങ്ങൾക്ക് വേണ്ടി അന്യായമായ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കാൻ വരെ ആഗ്രഹിക്കുന്നു. ഏതാ വദതി നിശ്ചിത എന്ന് പറഞ്ഞാൽ വിഷയസുഖ അനുഭവം തന്നെയെല്ലാം, അത് തന്നെ പരമപുരുഷാർത്ഥം എന്ന് നിശ്ചയത്തോടു കൂടിയവർ. മനുഷ്യർ പൊതുവെ ഈ സ്വഭാവമുള്ളവരാണ്. അത് ഭക്തരായാൽ പോലും അവർക്ക് പോലും ഈ രജോ ഗുണവും തമോ ഗുണത്തിന് അധിപന്മാരായിട്ട് ഭക്തി മാർഗത്തെ പോലും ഇല്ലെങ്കിൽ ഭക്തി കേന്ദ്രങ്ങളെ പോലും ആധ്യാത്മിക കേന്ദ്രങ്ങളെ പോലും ഉപയോഗിക്കുന്നത് ഇത്തരത്തിലായിരിക്കും. കാരണം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജനിച്ചാൽ മരണം വരെ ഏതെങ്കിലും തരത്തിലുള്ള നിരന്തരമായ ചിന്ത നമ്മളെ വ്യാപിക്കും. ആ ചിന്ത മരണം വരെ നിലനിൽക്കുന്നതായ ചിന്തയെ ആശ്രയിച്ചവര് ഇത് പൂർണ്ണമായിട്ട് ചിന്തകളെ ഇല്ലാതാക്കാൻ സാധ്യമല്ല. കാരണം മനസ്സിന്റെ ഒരു സ്വഭാവമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് നല്ലതോ ചീത്തയോ ന്യായമോ അന്യായമോ ആയിക്കോട്ടെ, ഏതെങ്കിലും വിഷയത്തെ പറ്റി എപ്പോഴും ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ ചിന്തയെ പ്രബലമാക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ സ്വപ്നത്തിൽ പോലും ഇങ്ങനെയുള്ള ഇല്ലെങ്കിൽ ചില വ്യവഹാരങ്ങളൊക്കെ നമ്മൾ കാണാനും കേൾക്കാനും ഒക്കെ അനുഭവിക്കാനും ഒക്കെ ഇടവരും. അത് സത്യമല്ലെങ്കിൽ തന്നെ സ്വപ്നത്തിൽ ജാഗ്രത ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചിന്താശകലങ്ങളാണ് സ്വപ്നതുല്യമായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് വെറുതെ ഇരുന്ന് ചിന്തിക്കരുതെന്ന് കർമ്മയോഗം പറഞ്ഞപ്പോ തുടക്കത്തിൽ തന്നെ അവൻ പറഞ്ഞു, മിഥ്യാചാരം ചെയ്യരുത്. അതായത് വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ലാതെ അതും ഇതും ചിന്തിച്ച് നമുക്ക് പോലും സാധിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളെ പറ്റി വെറുതെ ചിന്തിച്ച് നമ്മൾ ആ വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുന്നത് നിർത്തുക എന്നർത്ഥം. ആ വിഷയങ്ങളെ പറ്റി നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ അതിലേക്ക് ചിന്ത പോകും. അപ്പൊ ജപിച്ചുകൊണ്ടിരിക്കുമ്പോ വരെ നമുക്ക് ബാധകമല്ലാത്ത ചില വിഷയങ്ങളൊക്കെ നമ്മൾ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിന് കാരണം മനസ്സിലേതെങ്കിലും വിധത്തിലുള്ള ചിന്താശകലം കിടക്കുന്നുണ്ടാവും എന്നർത്ഥം.
അപ്പൊ അതാണ് അശ്രദ്ധ തന്നെ ഉണ്ടാകാൻ കാരണം. അപ്പൊ അളവില്ലാതെ മരണം വരെ മനസ്സ് ഉള്ളിടത്തോളം കാലം നമ്മളെ വ്യാപരിക്കുന്ന ഒരു മനസ്സിന്റെ സ്വഭാവമാണ് ഈ ചിന്ത. അതാണ് ചിന്ത. അപരിമേയാം ച പ്രളയാന്തമാമോശ്രീ. അവസാന കാലം, പ്രളയകാലം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണകാലമാണ് പ്രളയകാലം എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നിന്നൊന്ന് പ്രകൃതിയിലേക്ക് ലയിക്കുന്നതിനെയാണ് ഇവിടെ പ്രളയം എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം കയറിയിട്ട് പ്രളയമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അളവില്ലാതെ മരണം വരെ നിരന്തരമായ ചിന്ത എല്ലാവർക്കും ഉണ്ട്. അത് ഏതെങ്കിലും വിഷയത്തിൽ, നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, അതിൽ നിന്നെല്ലാം എല്ലാവരുടെയും അഭിവാഞ്ച ഇല്ലെങ്കിൽ അഭിനിവേശം, ആഗ്രഹം, സുഖം ഉണ്ടാകണം എന്നുള്ള. അപ്പൊ ആ സുഖത്തെ ഉണ്ടാക്കുന്നതായ വിഷയങ്ങളെ പറ്റി ആയിരിക്കും നിരന്തരമായിട്ട് ചിന്തിക്കുക. അത് സാധിക്കാതെ വരുമ്പോഴാണ് അത് ദുഃഖമായി മാറുന്നത്. അതിൽ നിന്ന് മനക്ലേശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ സുഖം ലഭിക്കാതെ വരുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് വിഷയസുഖ അനുഭവത്തെയാണ് പരമപ്രധാനം. അത് മാത്രമാണ് പരമപ്രധാനം. എല്ലാവരും അതെ. ഇപ്പൊ ഭാര്യ ഭർത്താവോ ബന്ധങ്ങൾ പോലും നിലനിൽക്കുന്നതും അവർ പിരിയുമ്പോൾ പോലും ദുഃഖമുണ്ടാകുന്നതുണ്ടെങ്കിൽ കാരണം നമ്മുടെ സുഖം നഷ്ടപ്പെടുന്നു എന്നുള്ളതാ ദുഃഖം. അല്ലാതെ നമ്മുടെ അടുത്ത ബന്ധു പോയതിലല്ല പ്രശ്നം. കാരണം അവരൊരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളത് അറിയാം. പക്ഷേ നമുക്ക് എന്നെ ഇനി ആര് നോക്കും, എനിക്കാരാ സംരക്ഷണം നൽകാന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയില്ലേ അവിടെ? ഇപ്പം ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ഭാര്യ വിളിച്ച് പറഞ്ഞ് കരയുന്നത് നമുക്ക് കാണാം. ചങ്കത്തടിച്ച് ചിലപ്പോൾ കരയും, ഇല്ലേ? ഇനി എനിക്കാരാ ഉള്ളതെന്ന് പറഞ്ഞാൽ അവിടെ സ്വാർത്ഥതയില്ലേ? അല്ലെങ്കിൽ എല്ലാം ത്യജിച്ച് അദ്ദേഹം പോയതിലുള്ള ദുഃഖത്തിലുപരി എനിക്കുള്ള സുഖമില്ല, എന്നെ സംരക്ഷിക്കാൻ ആളില്ല എന്നുള്ള ഭാവം വരുമ്പോൾ അതാണ് നമുക്ക് വിഷയസുഖം ലഭിക്കാതെ വരുമ്പോൾ ഉള്ള ദുഃഖം. അത് തന്നെയായിരിക്കും നിരന്തരം പിന്നെ കാലങ്ങളോളം ആ ചിന്ത നിൽക്കും. അതായത് യഥാർത്ഥത്തിൽ ബന്ധനങ്ങളായി മാറുന്നതിന് പ്രധാന കാരണം അകമഴിഞ്ഞ സ്വാർത്ഥതയാണ്. നിസ്വാർത്ഥമായാൽ ഇതൊക്കെ മരണഭയോ നമ്മുടെ കൂടെയുള്ളവരെ ദുഃഖവും സുഖദുഃഖങ്ങളെ ചിത്തതയിൽ നമുക്ക് കാണാൻ സാധിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞല്ലോ. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്വാർത്ഥത വെടിയണം. അപ്പൊ അവനവന്റെ സുഖമാണ് പരമപ്രധാനം. എല്ലാവരും ആത്യന്തികമായിട്ട് അത് വളരെ ഗഹനമായിട്ട് ചിന്തിച്ചാലേ നമുക്കത് ബോധ്യം വരുള്ളൂ. ഇല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് എല്ലാവരും ബാധിക്കും. അപ്പൊ ആര് മരിച്ചാലും വേണ്ടില്ല, ജീവിച്ചിരിക്കുന്നവർക്ക് ദുഃഖമുണ്ടാകുന്നുണ്ടെങ്കിൽ എന്നെ ഇനി ആരാ നോക്കുക? എന്റെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്നു, പിന്നെ എണ്ണി പറയും, ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്നൊക്കെ എണ്ണി പറയും, എനിക്ക് അത് തന്നിരുന്നു, ഇത് തരുന്നു, ഇനി ആരായ കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് പറയുമ്പോൾ ആത്യന്തികമായിട്ട് നമ്മൾ ഗഹനമായിട്ട് സകലം ചിന്തിച്ചാൽ അവനവന്റെ സുഖമാണ്, വിഷയസുഖം തന്നെയാണ് അവിടെ വിഷയം. അത് ലഭിക്കാതെ ആകുന്നു എന്നറിയുമ്പോൾ അവനവനുണ്ടാകുന്ന ദുഃഖമാണ് പരമപ്രധാനം. അത് തന്നെ നിരന്തരം ചിന്തിക്കും. അതിന് കാരണം എന്താ? നമുക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സുഖം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം. അപ്പം അത് തന്നെയാണ് അസുരിഭാവം. രജോ ഗുണവും തമോ ഗുണമാണ് മനുഷ്യനെ ഭരിക്കുന്നതെന്ന് നമ്മുടെ ജന്മസിദ്ധമായ സ്വഭാവം എന്ന് പറയുന്നത്. അത് സാത്വികരായാലും ഇല്ല രാജസന്മാരായാലും തമോ ഗുണമുള്ളവരായാലും ആധ്യാത്മികയിൽ സഞ്ചരിക്കുന്നവരായാലും മനുഷ്യനായിട്ട് ജനിച്ചോ അവന്റെ സ്വഭാവത്തിൽ പെർസെൻറ്റേജ് കൂടുതൽ രജോ ഗുണവും തമോ ഗുണമായിരിക്കും. എത്രയൊക്കെ അതിനെ മറികടക്കാൻ ശ്രമിച്ചാലും ഇത് നിരന്തരം നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. എത്ര ഭക്തി ഉണ്ടെന്ന് പറഞ്ഞാലും, ഞാൻ ഇതിലൊന്നും ഇടപെടില്ല എന്ന് പറഞ്ഞാലും, ഈ രജോ ഗുണവും തമോ ഗുണമാണ് നമ്മളെ ഈ വിഷയസുഖത്തിന് വേണ്ടിയിട്ട് ഇച്ഛയുണ്ടാക്കുന്നത്. അതിനി എത്ര ബ്രഹ്മചാരിയാന്ന് പറഞ്ഞാലും അതിലുണ്ടാകും, യാതൊരു സംശയവുമില്ല. പൂർണ്ണമായിട്ട് ശുദ്ധമാകുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ബ്രഹ്മനിഷ്ഠനായി മാറണം. ബ്രഹ്മനിഷ്ഠനായി മാറിയാൽ തന്നെ സാധന നിർത്തിയാൽ തിരിച്ച് വേഗം ഈ മായയിൽപ്പെടും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഈ ആധ്യാത്മികയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ നിസ്സാര കാര്യം കൊണ്ട് ചിലപ്പം വ്യതിചലിച്ചു പോകും, പേരുദോഷമൊക്കെ ഉണ്ടാകും. 100 കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ട് ഒരൊറ്റ കാര്യത്തിൽ വാസനാബലം വന്ന് അതിൻ്റെ പിന്നാലെ പോയാൽ മതി. ഈ 100 കാര്യങ്ങൾ ചെയ്തതൊക്കെ വട്ടപൂജയായിട്ട് മാറും. അപ്പം പണ്ഡിതനാകാനും ഒരു മണ്ടന് പണ്ഡിതനാകാനും സാധനാബലത്താൽ സാധിക്കും. പണ്ഡിതനായിരിക്കുന്ന ആറ് സാധനാബലം നിർത്തിക്കഴിഞ്ഞാൽ മണ്ടനായിട്ട് മാറും. അതിനെല്ലാം കാരണം എന്താ?
ഈ മരണം വരെ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നതായ ഈ ചിന്തയെ ആശ്രയിക്കുക. അതാ വിഷയസുഖത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം. ഇനി ബ്രഹ്മാനന്ദം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളും അവിടെയും വിഷയസുഖമാണ്. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ വിട്ടിട്ട് പരമാനന്ദം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് പ്രയത്നിക്കുമ്പോഴും അവിടെയും നിരന്തര ചിന്ത ബ്രഹ്മമായി മാറിയാൽ അത് ഈശ്വരനിലേക്ക് എത്തിക്കും. നമ്മൾ നിരന്തരമായിട്ട് എന്തിനെപ്പറ്റി ചിന്തിക്കുന്നുവോ ആ ലക്ഷ്യത്തിലായിരിക്കും നമ്മുടെ കർമ്മയോഗം പോകുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ വിഷയസുഖങ്ങളാണ് നിരന്തരം നമ്മൾ ചിന്തിക്കുന്നത്. അതായിരിക്കും രജോ ഗുണത്തിന് തമോ ഗുണത്തിന് അധിപന്മാരായിട്ടുള്ളത്. ശരീരം കൊണ്ട് തനിക്ക് സാധിക്കാവുന്ന സുഖങ്ങളെ തേടിപ്പോവുക, അതിനു വേണ്ടിയിട്ടുള്ള പുരുഷാർത്ഥങ്ങൾ സമ്പാദിക്കുക, ഇതൊക്കെ ആയിരിക്കും ലക്ഷ്യം. ഇനി ഈശ്വരപ്രാപ്തിയാണ് ലക്ഷ്യമാക്കുന്നത്, അതും വിഷയസുഖമാണ്. അതും വിഷയസുഖ. വിഷയങ്ങളില്ലാതെ വരണമെന്നുണ്ടെങ്കിൽ ഭഗവാനിലേക്ക് ലയിച്ച് പൂർണ്ണമാകണം. അതുവരെ ഈ പറയുന്ന പ്രക്രിയ നടക്കും. അപ്പൊ ലയിച്ച് ഭഗവാനും ഭക്തനും ഒന്നാകുന്നത് വരെ ഈ വിഷയങ്ങളിലുള്ള ബന്ധം നമുക്ക് വിടാൻ സാധിക്കും. അത് സാത്വികമായിക്കോട്ടെ, രാജസമായിക്കോട്ടെ, താമസമായിക്കോട്ടെ, ഈ രജോ ഗുണം തമോ ഗുണമാണ് നമ്മളെ യഥാർത്ഥത്തിൽ ഈശ്വരനിൽ നിന്ന് പോലും അകത്തുന്നത്. ഇനി ഭക്തി ഉണ്ടെങ്കിൽ പോലും ഈ രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും പ്രഭാവം കൊണ്ടാണ് നമ്മൾ എത്ര ഭജന ഇരിക്കാൻ പോയാലും വേണ്ടില്ല, നമുക്ക് 24 മണിക്കൂറും ക്ഷേത്രത്തിൽ കഴിച്ചു കൂട്ടാൻ സാധ്യത. ഗുരുവായൂർ ഭജനം പോയിരുന്നാലും ഇന്നത്തെ കാലത്ത് അങ്ങനെ ഭജന ഇരിക്കാൻ 3 പൂജയും തൊഴണം, ഇല്ലെങ്കിൽ 24 മണിക്കൂർ അവിടെ തന്നെ നാമം ജപിച്ചിരിക്കണം എന്ന് നമ്മൾ ബലം പിടിച്ചു പോയാലും കാര്യമൊന്നുമില്ല. കാരണം അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല, സെക്യൂരിറ്റി കാരണം പറഞ്ഞു. അപ്പോൾ പുറത്തേക്ക് പോകേണ്ടി വരും. പുറത്തേക്ക് വന്നാൽ പല വിഷയങ്ങളും നമ്മളെ ചുറ്റിത്തിരിയും. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഏകാഗ്രതയോടുകൂടി ഒരിടത്ത് പോയിട്ട് ഭജന ഇരിക്കാൻ പോയാലും ഭജന ഇരിക്കാൻ സാധിക്കില്ല. കാരണം കാലം അതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയസുഖാനുഭവത്തെക്കുറിച്ചുള്ള നിരന്തര ചിന്തയും കൂടെ വിടാതിരിക്കണമെങ്കിൽ, ആ നിരന്തര ചിന്തയിൽ നിന്ന് ഒഴിവാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ 24 മണിക്കൂർ തന്നെ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ജപിക്കാനിരിക്കുന്നതോ ഇല്ലെ പൂജാമുറിയിലിരുന്ന് ധ്യാനം ചെയ്യോ യോഗസാധനങ്ങൾ ചെയ്യുന്ന സമയത്ത്, ജപതപാദികൾ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആ ഈശ്വരത്തിനോടുള്ള മമതാബന്ധം പുറത്തേക്ക് ഇറങ്ങിയാൽ ഇല്ലാതെയാകും. കാരണം നമ്മൾ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കും. അതേസമയം ഗുരുവായൂർ തൊഴാൻ പോകുമ്പോഴും ഇവിടുന്ന് ഇറങ്ങിയിട്ട് മസാല ദോശ കഴിക്കണം എന്ന് വിചാരിച്ചാൽ അതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടാ പോണേന്നുണ്ടെങ്കിൽ അതായിരിക്കും പ്രബലമായ ചിന്ത. എങ്ങനെയെങ്കിലും ഗുരുവായൂർ വേഗം പോയി തൊഴുതിട്ട് ആ ചടങ്ങ് നടത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ മസാല ദോശ കഴിക്കണം എന്നുള്ള വിഷയം ആയിരിക്കും. അത് കഴിച്ചാൽ സുഖം കിട്ടും, അതായിരിക്കും പരമപ്രധാനം ആയിട്ട് വരിക. അത് ഗുരുവായൂരപ്പനെ കാണലല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗുരുവായൂരപ്പനെ തൊഴാൻ വേണ്ടിയിട്ട് ഭക്തി പുരസ്സരം നാമം ജപിച്ചുകൊണ്ട് 2-3 മണിക്കൂർ നിന്ന് നിങ്ങൾ തൊഴുത്, ആന്ത സുഖവും തിരക്കുണ്ടെങ്കിൽ തന്നെ സുഖമായിട്ട് കേശാദിപാദം കണ്ടു തൊഴുതു ആ സംതൃപ്തിയിൽ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ കുറച്ചു നേരം കൂടെ നാലമ്പലത്തിൽ ചുറ്റും നാമം ജപിച്ചുകൊണ്ടൊക്കെ നടന്നാൽ, ഞാൻ പറഞ്ഞില്ലേ സെക്യൂരിറ്റി വിശേഷം പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ പൂജയുടെ പ്രത്യേകത പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ പുറത്താക്കും നമ്മളെ ഒരു സമയം കഴിഞ്ഞാൽ. ഒരു സമയം വരെ 24 മണിക്കൂർ അവിടെ കഴിച്ചു കൂട്ടാനും സമ്മതിക്കില്ല, എന്തായാലും ഉറപ്പാണ്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലോ നമ്മൾ വച്ചിരിക്കുന്ന ബാഗോ കൊടയോ ചെരുപ്പോ എന്തെങ്കിലും പുറത്തുനിന്ന് നഷ്ടപ്പെട്ടാൽ മതി, ഈ ഗുരുവായൂരപ്പനെ കണ്ട് ഭജന ഇരുന്നതിൻ്റെ ഒക്കെ സുഖമൊക്കെ പോവും. പിന്നെ ഗുരുവായൂരപ്പനെ കണ്ട സന്തോഷമൊക്കെ പോയിട്ട് എൻ്റെ ചെരുപ്പ് പോയില്ലേ, എൻ്റെ ബാഗ് പോയി, ആ വിഷയങ്ങളുടെ പിന്നാലെ പരക്കം പോയി. ഇതാണ് വിഷയസുഖം എന്ന് പറയുന്നത്. അതാണ് പരമപ്രധാനം. അതാണ് നമ്മുടെ ഉള്ളിൽ അടിയുറച്ച വിഷയ സുഖത്തെ പറ്റിയുള്ള, ഇല്ലെങ്കിൽ തൻ്റെ വസ്തുക്കളെ പറ്റിയുള്ള ചിന്തയാണ് ഗുരുവായൂരപ്പനേക്കാളും ഉപരിയായിട്ട് പരമപ്രധാനമായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നതെന്നർത്ഥം. അതുകൊണ്ടാണ് അതിൽ കൊളുത്തിപ്പിടിക്കണം. അപ്പോൾ ഗുരുവായൂരപ്പനെ ആ വിഷയങ്ങളിൽ നമ്മുടെ ഇഷ്ടവസ്തുക്കൾ നഷ്ടപ്പെട്ടാലും അതിലൊന്നും ഭ്രമിക്കാതെ ആ പോട്ടെ എന്ന് വിചാരിച്ച് വരുന്നവർക്ക് ഗുരുവായൂരപ്പനെ കണ്ടതിൻ്റെ സുഖം നിലനിർത്താൻ സാധിക്കും. അതാണ് ഇവിടെ ആസുരി ഭാവത്തിൻ്റെ പോലെ. അപ്പൊ ഭക്തിയിൽ പോലും, ഭക്തിയില്ലാത്തവരെ പറ്റി ഞാൻ ചർച്ച ചെയ്യുന്നതിനില്ല, കാരണം അതിന് അർഹത പോലും ഇല്ല അവർക്ക്. അപ്പൊ ഭക്തി ഉള്ളവർ പോലും ഈ ഗതിയിലാണെങ്കിൽ അപ്പൊ ഭക്തി ഇല്ലാത്തവരുടെ ഗതി എന്തായിരിക്കും? നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഭക്തി ഉള്ളവരുടെ പോലും ഗതി ഈ രീതിയിലാണ് നമ്മുടെ പോക്കെന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അന്ധവിശ്വാസികളാണ്, യഥാർത്ഥ വിശ്വാസികളല്ല. ഒന്നുകിൽ നിങ്ങൾ നിരീശ്വരവാദിയാക്കുക, ഇതൊന്നും ഇടപെടാതിരിക്കുക, ഇല്ലെങ്കിൽ അടിയുറച്ച വിശ്വാസിയാക്കുക. ഈ അപ്പുറത്തും ഇല്ല ഇപ്പുറത്തും ഇല്ലാത്ത ഈ നടവരമ്പയിൽ നിൽക്കുന്ന രീതിയിൽ ആകുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം. ഒന്നുകിൽ ഈശ്വരവാദിയായിട്ട് ഒരിടത്തും ഈശ്വര കാര്യങ്ങൾ ഇടപെടാത്ത, ഈ വിഷയങ്ങൾ ചിന്തിക്കുന്നിടത്തേക്ക് പോകാതെയും അതിലൊന്നും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഇടപെടരുത്. ആ വിഷയങ്ങൾ ചർച്ച പോലും ചെയ്യരുത്.
നിങ്ങൾ ഭൗതികതയിൽ മാത്രം എഴുമിച്ച് ജീവിച്ചോളൂ, ഒരു വിരോധമില്ല. ഇനി ഭക്തി തുടങ്ങിയാലോ പിന്നെ ഇതൊക്കെ ഗുണദോഷങ്ങളൊക്കെ തിരിച്ചറിയണം, എന്നിട്ട് വേണം ഭക്തിയിലേക്ക്. ഇല്ലെങ്കിൽ അന്ധവിശ്വാസിയായി മാറും. യാതൊരു സംശയവുമില്ല. 90% അന്ധവിശ്വാസികളാണ്. കണ്ണു അടച്ച് പറയുന്നത് കേട്ടും ഇല്ലെങ്കിൽ കാണുന്നത് കാണിച്ച് അതേപടി അനുവർത്തിച്ചും നടക്കുന്നവരാ. അതുകൊണ്ടാണ് യഥാർത്ഥ ഫലം ആർക്കും അനുഭവിക്കാൻ സാധിക്കാത്തത് എന്ന സത്യത്തെ എല്ലാവരും അറിഞ്ഞിരിക്കുക. ഞാനും അന്ധവിശ്വാസിയായിരുന്നു എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദിയൊന്നുമില്ല. പക്ഷെ കാരണവന്മാർ പഠിപ്പിച്ചു തന്നതോ ഇല്ലെങ്കിൽ കാണിച്ചു തന്നതോ അതൊക്കെ അനുസരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകണം. ക്ഷേത്രത്തിൽ എല്ലാവരും കൂടെ ആദ്യം പോകാൻ പഠിച്ചു, പിന്നെ തന്നെ പോകാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അറിഞ്ഞോ അറിയാതെ ഫലേച്ഛയില്ലാതെ ഇതൊക്കെ ചെയ്തിട്ട് പോലും ഭഗവാൻ അറിഞ്ഞുകൊണ്ട് യോഗക്ഷേമം നൽകുന്നു പറഞ്ഞല്ലോ. ഫലേച്ഛയില്ലാതെ ഇതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഒരാളായി മാറണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഇതൊന്നും ചെയ്തിരിക്കണേ. എവിടെ അവസരം വന്നാലും ഒരാളുടെ ആവശ്യം വന്നു, ബ്രാഹ്മണന്റെ ആവശ്യം വന്നു, അതാരെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ എവിടെയായിരുന്നാലും, ഭാരതത്തിൽ പല സ്ഥലത്ത് സഞ്ചരിച്ചിട്ടുണ്ട്, എവിടെയാണെങ്കിലും ആവശ്യം വന്നാൽ അത് നമുക്കറിയാവുന്ന കാര്യത്തിൽ ചെയ്തു കൊടുക്കാൻ ഒരു മടിയില്ലാതെ പ്രവർത്തിച്ചിരുന്നു. അത് എന്ത് കിട്ടും കിട്ടില്ല എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. അവിടെയൊക്കെ അർപ്പണബോധത്തോടെ ചെയ്യാനുള്ളത് നമ്മൾ പഠിച്ചതനുസരിച്ച് ചെയ്തിട്ടുണ്ട്. വലിയ കേമത്തൊന്നും കാണിക്കാനോ ഒന്നും പോയിട്ടില്ല. ഇല്ലാത്തതുണ്ടെന്ന് പ്രകടിപ്പിക്കാനോ ഒന്നിനും പോയിട്ടില്ല. നമുക്ക് ഉള്ളതുപോലെ എനിക്കറിയാമെങ്കിൽ അറിയാമെന്ന് പറയാനും അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാനും ഇപ്പോഴും ഒരു മടിയില്ല. അപ്പം അത് കേമത്തം കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പൂജ വിസ്തരിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ പലരോടും പറയുന്ന കാര്യമാണ്. എന്നാലും ചിലർ വന്നിട്ട് തിരുവേനി വന്നിട്ടൊരു പൂവ് എടുത്തിട്ടാവും ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് പറഞ്ഞാലും ഞാൻ പറയും, ഞാൻ പഠിക്കാത്ത കാര്യമില്ല, ചെയ്യാത്ത കാര്യം ചെയ്യാൻ പഠിച്ചിട്ട് അറിയാത്ത കാര്യം അറിയാമെന്ന് പറയാനും അറിയില്ലാത്ത കാര്യം അറിയില്ല എന്ന് പറയാനും ഒരു വിഷമവുമില്ല. അറിയാത്ത കാര്യം പ്രകടമാക്കാൻ നിങ്ങളുടെ പ്രീതി നേടാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ട് ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ എന്തിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്? സഹസ്രനാമത്തിൻ്റെ ആദ്യം തന്നെ 6 ചോദ്യങ്ങൾ ധർമ്മപുത്രർ ചോദിക്കുമ്പം നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ധർമ്മം? പരമപ്രധാനമായ ധർമ്മം എന്താ? അപ്പം ആരെ അർത്ഥിച്ചാലാണ് നമുക്ക് സുഖം കിട്ടുക? ഈ ഭൗതികമായ വിഷയ സുഖങ്ങളാണോ നമുക്ക് ശാശ്വതമായ സുഖം? അപ്പം ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമ്മൾ ശരിക്കും സ്വയം കണ്ടെത്തിക്കൊണ്ട് പരമപ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നും നമ്മൾ ആ ചിന്തയെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും സ്വയം തീരുമാനിക്കണം. അതിനുള്ള മാർഗദർശനമാണ് ഇവിടെ നമ്മുടെ ഭക്തി മാർഗത്തിൽ പോലും ഉണ്ടാകാവുന്ന വികലതയാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ. അല്ലാതെ ഭക്തി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടല്ല ഗീത പറയുന്നത്. അത് മനസ്സിലാക്കണം. വാസുരി ഭാവത്തെ പറയുന്നുണ്ടെങ്കിൽ ഇത് ഭക്തി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണ്ടത്. ഇത് നമ്മൾ പഠിക്കൊന്നും വേണ്ട എന്ന് വിചാരിക്കണ്ട. ഭക്തി ഉള്ളവർ പോലും ഈ സ്വഭാവം കാണിക്കും. പൂജാമുറിന്നോ ക്ഷേത്രത്തിൽ നിന്നോ പുറത്തിറങ്ങിയാൽ പോലും ക്ഷേത്രകാര്യങ്ങൾ ചെയ്യുന്നവർക്കും ജീവനക്കാർക്കും ക്ഷേത്ര ഭരണം നടത്തുന്നവർക്കും ഒരു കുടുംബം ഭരിക്കുന്നവർക്കും ഭക്തരാണെന്ന് നടിച്ചു നടക്കുന്നവർക്കും ഒക്കെ ബാധകമുള്ള കാര്യം ഭഗവാൻ പറയും. ഭക്തി ഇല്ലാത്തവരെ പറ്റി ഭഗവാൻ പോലും ചിന്തിക്കുന്നില്ല. അവരെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടേക്ക, യഥായിച്ച് തഥാ ഗുരു. അപ്പൊ ഭക്തി ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് യാസുരി ഭാവത്തെ പറ്റി പറയുന്നത്. അത് നമ്മൾ ഭക്തി ഉണ്ടെന്ന് വിചാരിച്ച് നടിച്ച് നടക്കുക. അതുകൊണ്ടാണ് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. യഥാർത്ഥ ഭക്തിഭാവം ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ക്ഷേത്രകാര്യത്തിൽ പറ്റിയോ ഒരു ദർശനത്തെ പറ്റിയോ ആചാരാനുഷ്ഠാനങ്ങളെ പറ്റിയോ തർക്കമുണ്ടാകാൻ കാരണം. ഭക്തിയിൽ യഥാർത്ഥ അതിന്റെ യുക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ തർക്കിക്കേണ്ട പ്രശ്നമില്ല, സംശയത്തിന്റെ പ്രശ്നമില്ല. അവിടെയൊക്കെ വിഷയസുഖങ്ങൾ കടന്നു വരുന്നതുകൊണ്ടാണ് പ്രശ്നം. അതാണ് പരമപ്രധാനം എന്ന് കരുതിയിട്ട ഒരു ക്ഷേത്രം തന്നെ നടത്തിപ്പിന് എല്ലാവരോടും ആരോട് വേണമെങ്കിലും നമ്മൾ ചോദിച്ചോ. അവിടെ ഇപ്പോൾ ഒരു പ്രഭാഷണത്തിന് തന്നെ എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, പ്രഭാഷണത്തിന് പോയാൽ തന്നെ ആ ക്ഷേത്രത്തിൽ ഈ സപ്താഹം നടത്തുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു. ക്ഷേത്രത്തിന്റെ വരുമാനം കൂട്ടാൻ, അല്ലാതെ എല്ലാവർക്കും ഭക്തി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ക്ഷേത്രത്തിന് വരുമാനം ഉണ്ടാകില്ല എന്ന എല്ലാവരുടെയും ധാരണ. അത് വെറും മിഥ്യാബോധമാണ്. കാരണം വേദാന്ത ഈ തത്വശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ക്ഷേത്രത്തിലേക്ക് പോകില്ല എന്ന കാരണം അങ്ങനെ പറഞ്ഞ് പരുത്തുന്നവർ വരെയുണ്ട്. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് വരെ പ്രചരിപ്പിക്കുന്ന ആധ്യാത്മിക ആചാര്യന്മാർ പോലും നമ്മുടെ ഇടയിലുണ്ട്. അതൊക്കെയാണ് തെറ്റ്.
നമ്മൾ നിസ്വാർത്ഥമായിട്ടുള്ള വിഷയസുഖം എന്തിനാണോ പരമപ്രധാനം കൊടുക്കേണ്ടത് അത് മനുഷ്യൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൗതികതയോ ഈ സമ്പത്തോ നിങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചോ ഇഷ്ടഭോഗങ്ങളോ പുരുഷാർത്ഥങ്ങളോ ഒന്നും ഉപേക്ഷിക്കാൻ ഭഗവാൻ എവിടെ പറഞ്ഞേക്കണേ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ, പഞ്ചമഹായജ്ഞങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഒരു കുടുംബമായാലും ഒരു വ്യക്തിയായാലും ഒരു ഗ്രഹമായാലും ഒരു പഞ്ചായത്തായാലും ഒരു ക്ഷേത്രമായാലും ഒക്കെ അനായാസേന ഭരണം നടത്താൻ സാധിക്കും. പക്ഷേ പരമപ്രധാന വിഷയസുഖത്തിന് സമ്പത്തുണ്ടായാലും മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്നതാണ്, ഇതിനപ്പുറം മറ്റൊന്നുമില്ല എന്നുള്ള ചിന്തയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അതുകൊണ്ട് അനേക ആശാപാശങ്ങളാൽ ബദ്ധരും കാമക്രോധങ്ങളിൽ മുഴുകിക്കഴിയുന്നവരുമായ അവർ വിഷയസുഖ അനുഭവങ്ങൾക്ക് വേണ്ടി അന്യായമായ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതാ വദതി നിശ്ചിത. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ തന്നെ സ്പോൺസേഴ്സ് ഒക്കെ ഒരുപാടുണ്ട് അല്ലേ? ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലോ ഇല്ലെങ്കിൽ കേന്ദ്രം ഇല്ലെങ്കിൽ സർക്കാർ നടത്തുന്നതോ ഒരു കമ്മിറ്റി നടത്തുന്നതോ ആയാലും വേണ്ടില്ല, ഇപ്പൊ എന്ത് പ്രോഗ്രാമിനും ഒരു 10 ദിവസത്തെ ഉത്സവം ഉണ്ടെങ്കിൽ ഇല്ലേ പാട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഓരോ ദിവസത്തെയും മുഴുവൻ പൈസയും കൊടുത്ത് അത് സ്പോൺസർ ചെയ്ത് അതിൻ്റെ എല്ലാം നിയമമനുസരിച്ചുള്ള റെസീറ്റ് ആക്കിയിട്ട് സർക്കാരിൽ അടയ്ക്കേണ്ടോ ഇല്ല ദേവസ്ഥത്തിൽ അടയ്ക്കേണ്ടോ പൈസയൊക്കെ അടച്ചാലും വേണ്ടില്ല, അതിൻ്റെ പുറമെ ഈ കിമ്പളം എന്ന് പറയുന്ന എല്ലാവർക്കും കൊടുക്കണം. ഇപ്പൊ ഗുരുവായൂർ തന്നെ നടത്തിയിട്ടുള്ളവർക്ക് അറിയാം ഇല്ലേ, നിങ്ങളൊരു പരിപാടി എവിടെയെങ്കിലും അമ്പലത്തിൽ ചെയ്യുന്നു നോക്കിക്കോളൂ, നമ്മൾ ദേവസ്വം നിയമം അനുസരിച്ചുള്ള അതിൻ്റെ ചാർജ് എന്താണോ അതൊക്കെ സീറ്റാക്കും ഇല്ലേ. അത് കഴിഞ്ഞാലും തന്ത്രി മുതൽ മേശാന്തി മുതൽ താഴത്തെ തൂപ്പുകാർക്ക് വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കും. അതൊരു സന്തോഷത്തിന് കൊടുക്കുന്നതാണെന്ന് വിചാരിച്ചോളൂ. അത് ദേവസ്വം നിയമമല്ല, സർക്കാർ നിയമമല്ല. നമ്മളിപ്പോൾ വിദ്യാസമന പൂജ എവിടെയെങ്കിലും നടത്തിയാൽ എന്തെങ്കിലുമൊക്കെ ദക്ഷിണയായിട്ട് എല്ലാവർക്കും കൊണ്ടു കൊടുക്കും ഇല്ലേ. എന്നാൽ ഇവരൊക്കെ സംതൃപ്തരാണോ? നമ്മൾ കൊടുക്കുന്നതിൻ്റെ വലിപ്പം അനുസരിച്ചായിരിക്കും നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ നമ്മളവിടെ പെരുമാറ്റം. അപ്പൊ എല്ലാവരുടെയും ക്ഷേത്രത്തിൽ ഈശ്വരന്റെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പോലും ഈ വിഷയസുഖങ്ങളാണ് പരമപ്രധാനം, ഇതിനപ്പുറം മറ്റൊന്നുമില്ല. അതായത് ഈശ്വരനെ പറ്റി യഥാർത്ഥ അവബോധമില്ലാതെയാണ് ഇതൊക്കെ ചെയ്യണത്. അതേസമയം അവബോധത്തോടു കൂടി ചെയ്യാണെങ്കിലോ അവിടെയൊക്കെ യോഗക്ഷേമമായിട്ട് മാറും. ഇഷ്ടഭോഗങ്ങളെ ഭഗവാൻ അതനുസരിച്ചുകൊണ്ട് നൽകും. ഒരിക്കലും ദുഃഖിക്കേണ്ടി വരുന്ന പ്രശ്നമില്ല. നമ്മളൊരു കാര്യം നടത്താൻ വേണ്ടിയിട്ട് പോയിട്ട് ഇറന്ന് നടക്കണ്ടോ ഇല്ലേ പിരിവെടുക്കണ്ടോ ഒന്നും ആവശ്യമില്ല. 7 വർഷം കൊണ്ട് ഞാനൊരു ബാലാലയം പ്രതിഷ്ഠിച്ച് പ്രതിഷ്ഠാദിനവും അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അത് പ്രാക്ടീസ് അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഒരു വീടുകളിൽ പോയിട്ട് വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് നോട്ടീസും കൊണ്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അവരുടെ അടുത്ത് പിരിവ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സന്നിധിയിൽ വന്നിട്ട് ചെയ്തോളൂ, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. എന്തെങ്കിലും ഭഗവാനെ സമർപ്പിക്കാൻ ഉദ്ദേശിക്കണ്ടേ അവൻ നേരിട്ട് സമർപ്പിച്ചോളൂ, എൻ്റെ കയ്യിൽ തരണ്ട എന്ന് പറഞ്ഞു. ഞാൻ അതിനല്ല വന്നത്. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരാം, ഇഷ്ടമില്ലെങ്കിൽ വരാം, സമയം ഉണ്ടെങ്കിൽ വരാം, സമയമില്ലെങ്കിൽ വരാം. എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞാനത് മീഡിയേറ്ററായിട്ട് ഒന്നും ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ 7 വർഷക്കാലം ചെയ്തിട്ടാണ് ആ ശക്തിയെ യഥാർത്ഥം എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചത്. അപ്പം ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് വിഷയപ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, 5 രൂപ നിങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 5 രൂപയെ ഉപയോഗിക്കേണ്ട വിധം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വേണ്ട വിധത്തിൽ ഈ പഞ്ചമഹായജ്ഞങ്ങൾ അനുസരിച്ചു കൊണ്ടാണ് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നെങ്കിൽ ഈ 5 രൂപ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഒഴിയാതെ ഉണ്ടാകും. ഗ്യാരണ്ടി തരാൻ വേണ്ട. അതാണ് നിസ്വാർത്ഥമായ സേവനം എന്ന് പറയുന്നത്. അത് ചെയ്യേണ്ടവർക്കെല്ലാം ദേവനോട് ഈശ്വരനെ മറക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. പിതൃ കാരണവന്മാരെ മറക്കാതെ അവർക്ക് ഇഷ്ടമുള്ളത് എന്താ അത് സാധിപ്പിച്ചുകൊണ്ട് മക്കളുടെയൊക്കെ ഉത്തരവാദിത്വം 6 വയസ്സ് വരെ കൈപിടിച്ച് നടത്തിച്ചിട്ടുണ്ടെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ കാരണവന്മാരെ കൈപിടിച്ച് നടത്തിക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്വം. ആണോ പെണ്ണോ നിങ്ങൾ ഏത് സാഹചര്യത്തിലോ എവിടെ ജീവിച്ചാലും വേണ്ടില്ല, അവർക്ക് വേണ്ടത് ജീവിച്ചിരിക്കുന്നവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് മക്കളുടെ ഉത്തരവാദിത്വം. മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രേഷ്ഠമായിട്ട് ഇനി തിരുനാവായാലോ ഇല്ലെങ്കിൽ അതുപോലുള്ള ശ്രേഷ്ഠമായ സ്ഥലത്ത് പോയിട്ട് ശ്രാദ്ധം നടത്തിയിട്ട് എന്താ കാര്യം? ജീവിച്ചിരിക്കുമ്പോൾ അവരെ വേദനിപ്പിച്ചിട്ടാ, അവരെ ദുഃഖിപ്പിച്ചിട്ടാ, അവരെ വിഷാദ രോഗത്തിൽ എന്നെ ആരും നോക്കാനില്ല എന്നുള്ള ചിന്തയോടുകൂടി അവർ മരിക്കാനിട വന്നെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പോയിട്ട് എത്ര ശ്രേഷ്ഠമായ സ്ഥലത്ത് പോയിട്ട് ഗംഗയിൽ പോയി കുളിച്ചാലും പാപം തീരുന്ന പ്രശ്നമില്ല.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, എന്താണോ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് വിഷയങ്ങളിലാണോ, ഈ വിഷയ സുഖമൊന്നും ഉപേക്ഷിക്കാൻ ഭഗവാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പരമപ്രധാനം കൊടുക്കേണ്ടത് എന്താ, അവിടെയാണ് തിരിച്ചറിവ്. അപ്പം യോഗക്ഷേമമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദുഃഖിക്കാൻ അർഹതയില്ലെന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. ആ ശോചിതും അർഹസി എന്നാ പറഞ്ഞേക്കണേ ഭഗവാൻ. എന്തുകൊണ്ടാണ് പിന്നെയും നമ്മുടെ ഈ ദുഃഖിച്ച് വാരിപ്പിടിച്ച് പരിഭ്രാന്തരായിട്ട് ഓടി നടക്കുന്നത്? നമ്മൾ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതനുസരിച്ചുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ അതനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക. അപ്പോൾ വിഷയസുഖങ്ങളാണ് പരമപ്രധാനം, അതിലാണ് ഓടി നടക്കുന്നതെങ്കിൽ നമ്മൾ ഈശ്വരനെ പോലും യഥാർത്ഥത്തിൽ ഭജിക്കാൻ സമയമില്ല എന്ന് പറയും. അത് പിന്നെ പ്രതികരിക്കാത്തത് കൊണ്ട് ഒരു നേരം സ്ഥിരമായിട്ട് ഒരു സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പരാതി പറയും അല്ലേ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ദിവസവും ചെയ്യുന്ന കാര്യം ഒരു ദിവസം ആരെങ്കിലും എന്ന് നീ എന്തേ എൻ്റെ അടുത്ത് വന്നിട്ട് ജീവിക്കാത്ത, എന്താ നീ എന്തേ എനിക്ക് നേദിക്കാനുള്ളത് നിന്നൊന്നും തരാത്തെ, പത്രം പുഷ്പം ഫലം തോയം ദിവസവും സമർപ്പിക്കുന്ന ആളെ ഒരു ദിവസം ചെയ്യാതിരുന്നാൽ ഭഗവാൻ പ്രതികരിക്കൊന്നുമില്ല. ഭഗവാൻ ഇതൊന്നും അല്ല പരമപ്രധാനമായ കാര്യം. ആരാണോ എന്നെ പരമമായിട്ട് അനന്യമായിട്ട് ഭജിക്കുന്നത് അവരെ ഭഗവാൻ ശ്രദ്ധിക്കും. വിഷയങ്ങൾ രമിച്ച് നടക്കുന്നവർ അവർ അതിൻ്റെ പിന്നാലെ നടക്കും. അതിൽ വരുന്ന ഗതിവിഗതികൾ അവർ തന്നെ അനുഭവിക്കുക, ഭഗവാനല്ല അനുഭവിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, വിഷയസുഖാനുഭവത്തെ പരമപ്രധാനമാണെന്ന് കരുതുന്ന ഇത് തന്നെയാണ് എല്ലാം, അതായത് ഇതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് നിശ്ചയിച്ചവരും അനേക ആശാഭാസങ്ങളിൽ ബദ്ധരും കാമക്രോധങ്ങളിൽ മുഴുകി കഴിയുന്നവരുമായ ഈ വിഷയസുഖ അനുഭവങ്ങൾക്ക് വേണ്ടി അന്യായമായ മാർഗങ്ങളിലൂടെ വരെ ധനം സമ്പാദിക്കാനിടവരും. അതൊരു ക്ഷേത്രമായാലും ഒരു വ്യക്തിയായാലും ഒരു ഗ്രഹമായാലും ഒരു പഞ്ചായത്തായാലും ഒരു സർക്കാരായാലും ഒക്കെ സംഭവിക്കും. അപ്പൊ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം, അതാണ് പരമപ്രധാനം. അതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ പ്രധാനമായിട്ട് എല്ലാവരുടെയും ചിന്ത അതാ. പണമില്ലാതെ എങ്ങനെ ജീവിക്കാം, അതാണ് എല്ലാവരുടെയും ചിന്ത. എല്ലാത്തിനും പണം വേണം. അപ്പൊ അത് ആർജിച്ചാലേ വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കുള്ളൂ എന്നൊരു ചിന്ത. അപ്പൊ അത് സാധിക്കാൻ വേണ്ടിയിട്ട് ഏത് തല്ലുകൊള്ളിത്തരം ചെയ്തുകൊണ്ടും അന്യായമായ മാർഗങ്ങളുടെ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വ്യക്തികൾ ശ്രമിക്കും. അത് കുടുംബത്തിന്റെ ആധാരമായിട്ട് മാറും. പിന്നെ ക്ഷേത്രങ്ങളോ സ്ഥാപനങ്ങളോ സർക്കാരോ ഭരിക്കുന്നവരോ ഒക്കെ ഇതിൻ്റെ ഈ ഒരു അവസ്ഥയിലാണ്, അസുരി ഭാവത്തിന്റെ നെടും കുഴിയിലാണ് ഇന്ന് ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഒരിടത്തും നമുക്ക് പോയാൽ എവിടെ ചെന്നാലും ശാന്തിയും സമാധാനവും സന്തോഷത്തോടു കൂടി അവരവർ ചെയ്യുന്ന ജോലി പോലും സന്തോഷത്തോടെ ചെയ്യുന്ന ഒരിടത്ത് ചെന്നാലും കാണാൻ സാധ്യമല്ല. ഇനി എവിടെ പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ പരീക്ഷിച്ചോളൂ, നോക്കിക്കോളൂ. ആരോട് ചോദിച്ചാലും ശാന്തിയും സമാധാനത്തോടെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്ന് ആർക്കും അടിവരയിട്ട അനുഭവത്തിലൂടെ പറയാൻ സാധിക്കില്ല. എല്ലാവരും പരിഭ്രാന്തരാണ്, ടെൻഷനിലാണ്. നിസ്സാരം നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്നുകൊണ്ട് ഒന്ന് ടി വി കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് റിമോട്ട് നിങ്ങളുടെ കൈ തന്നാൽ നിങ്ങൾ അവിടെ പോലും ശാന്തരല്ല എന്ന് മനസ്സിലാകും. ആ ചാനൽ മുഴുവൻ ആയിരക്കണക്കിന് ചാനലുണ്ട്, അതിട്ട് റിമോട്ട് വെച്ചിട്ട് കറക്കിക്കൊണ്ടിരിക്കും അല്ലേ. ഇപ്പം ആധ്യാത്മിക കാര്യങ്ങളിൽ പോലും സമ്പത്ത് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനലിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും പ്രഭാഷണമോ ഇല്ലെങ്കിൽ ഒരു കീർത്തനമോ കേൾക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിലോ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് വച്ച് നോക്കിക്കോളും. അവിടെയൊക്കെ കടന്നു കയറ്റം പരസ്യമായിരിക്കും. ഒരു കീർത്തനം പോലും മുഴുവൻ കേൾക്കാൻ നിങ്ങളെ സമ്മതിക്കില്ല. അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും എടുത്താൽ അതിനകത്തൊക്കെ പരസ്യം കയറി. എന്താ കാരണം? അന്യായമായ മാർഗത്തിലൂടെ ധനസമ്പാദനം. ഏത് തരത്തിലും കുറെ പണം ഉണ്ടാക്കിയാൽ മാത്രമേ സുഖം കിട്ടുള്ളൂ എന്നുള്ളതാ എല്ലാവരുടെയും ചിന്ത. അതാ രജോ ഗുണവും തമോ ഗുണമാണ് ഭരിക്കുന്നത് എന്നുള്ളതിൻ്റെ അസുരീഭാവമാണ്. കലിയുഗത്തിൻ്റെ ഏറ്റവും വലിയ അതിപ്രസരമാണ് ഈ ജനാധിപത്യം പോയിട്ട് പണാധിപത്യമായി മാറിയതിൻ്റെ കാരണം. അപ്പം അതുകൊണ്ട് യഥാർത്ഥ ഭക്തിഭാവത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ പരമപ്രധാനമായിട്ട് എന്തിനെപ്പറ്റി, ഏത് വിഷയത്തെപ്പറ്റി ചിന്തിക്കണം. ആ ചിന്ത എന്താണോ, നിരന്തര ചിന്ത എന്താണോ, അതനുസരിച്ചുകൊണ്ട് നമുക്ക് ഭൗതിക ജീവിതം പോലും നയിക്കാൻ സാധിക്കും. നമ്മൾ എന്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ പറയുന്ന വിഷയസുഖങ്ങളും അനുഭവിക്കാൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. അതൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്.
ഞാൻ എന്തിനാണോ 42 വയസ്സിൽ വരെ കൊടുക്കാത്ത പ്രാധാന്യം, പരമപ്രധാനം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനിതൊന്നും വിട്ടുപോയിട്ടില്ല. പല പ്രേരണയുണ്ടായിട്ടും സന്യാസത്തിന് വരെ ദീക്ഷ തന്ന് കൊണ്ടുപോകാൻ വന്നിട്ട് പോലും ഞാൻ ഇതിനൊന്നും പോകാതെ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നോട് നിർദ്ദേശം ഗുരുവായൂരപ്പ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംഗഭാവത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അതിൻ്റെ ശാന്തിയും സമാധാനവും പുറത്തെന്ത് നടന്നാലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ ഈ വിഷയസുഖങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചോ? അതൊന്നുമില്ല. അതിലൊക്കെ നിന്നുകൊണ്ട് തന്നെ പരമപ്രധാനം നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി എന്തിനാണ് കൊടുക്കേണ്ടത്, ഏതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് നമ്മളെ ജീവിതം നയിക്കാൻ സാധിക്കും. അവിടെയാണ് രോഗമുക്തി, ശാന്തി, 26 ഗുണങ്ങൾ ഭഗവാൻ പറഞ്ഞെങ്കിൽ അത് ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ സുഖത്തെ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് പരമാനന്ദം. അതാണ് നിർമ്മാനമോഹ ചിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവർത്തകാമക ദ്വന്ദ്വൈർ വിമുക്ത സുഖദുഃഖ സഞ്ജയ് ഗച്ഛന്ത മൂഢ പദം അവ്യം തത്. നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കണ്ടോ ബോധവൽക്കരിക്കാനോ ഒന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് നിസ്സംഗഭാവത്തിൽ ജീവിക്കാൻ സാധിക്കും. എന്നാൽ ഭൗതികമായിട്ടുള്ളത് ഇതൊന്നും ഉപേക്ഷിക്കാതെ തന്നെ അതിനുള്ളിൽ നിന്ന് അതിലൊക്കെ ഈശ്വരനെ കണ്ടാൽ മതി, പ്രശ്നമില്ല. ബ്രഹ്മഭാവത്തെ കണ്ടാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഭാവത്തിൽ അദ്വൈതം, ക്രിയയിൽ അദ്വൈതം, ദ്രവ്യങ്ങളിൽ അദ്വൈതം, അവിടെയെല്ലാം ഈശ്വരനെ കാണാൻ ശ്രമിച്ചാൽ മതി. പ്രഹ്ലാദൻ സ്വന്തം അച്ഛനോട് പറഞ്ഞ പോലെ എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അതേ ബലം തന്നെയാണ് എന്നെ രക്ഷിക്കുന്നത്. അപ്പൊ എൻ്റെ ഉള്ളിലിരിക്കുന്ന ബലവും അങ്ങയുടെ ഉള്ളിലിരിക്കുന്നത് ബലവും ഒന്ന് തന്നെയാണ്. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്നാ പിന്നെ നീ പറയുന്ന ഈ ബലം എവിടെ ഇരിക്കുക? തൂണിലും തുരുമ്പിലും ഉണ്ട്, എന്നിലുണ്ട്, അങ്ങയിലുണ്ട്, നമുക്ക് ചുറ്റുള്ള അണുവിലിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ തൂണിലുണ്ടോ? തൂണിലും ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്, അങ്ങ് കാണുന്നില്ല, ഞാനിപ്പോ എന്താ ചെയ്യാ? അതാണ് ഭാവാദ്വൈതം, ക്രിയാദ്വൈതം. എന്നിട്ട് ക്രിയ ചെയ്തപ്പോഴോ ആളെടുത്ത് തൂണിൽ തട്ടിയപ്പോ തൂണിനകത്തുനിന്ന് ഈശ്വരന്റെ രൂപം വന്നു, അല്ലേ? അവിടെ അനുഭവത്തിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു. അതും എന്തൊക്കെ, ഒരു ഭക്തനെ ഒരു അസുരി ഭാവത്തിൽ ജന്മമെടുത്ത ആളുടെ ഹൃദയത്തിൽ പോലും അതിനു മുമ്പ് തന്നെ വിഷ്ണുവിനെ തേടി പിടിച്ച് കൊല്ലാൻ പോയ ഹിരണ്യകശിപുവിന്റെ വൈകുണ്ഠത്തിൽ വരെ പോയി അന്വേഷിച്ച് വിഷ്ണുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, വിഷ്ണുവിനെ വധിക്കുമെന്ന് ശപഥം ചെയ്തിട്ട് പോയിട്ട് വൈകുണ്ഠത്തിൽ വരെ അന്വേഷിച്ചു പോയി. ആ സമയത്ത് ഭഗവാൻ എന്താ ചെയ്തേ? ഒരു അംശരൂപേണ രൂപം മാറ്റിയിട്ട് സ്ഥൂല ശരീരം വിട്ടിട്ട് സൂക്ഷ്മ ശരീരം എടുത്തിട്ട് ഈ ഹിരണ്യകശിപുവിന്റെ തന്നെ ഹൃദയത്തിനകത്ത് കയറി ഒളിച്ചു. ഹിരണ്യകശിപു ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്നു, എന്നെ പേടിച്ചിട്ട് ഓടിപ്പോയി എന്ന് വ്യാഖ്യാനിച്ചു. 4 പാടും അന്വേഷണത്തിന് ആളെ വിട്ടു, ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം ഭഗവാൻ ഈ അസുരന്റെ ഉള്ളിൽ തന്നെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എവിടെ പുറത്തന്വേഷിച്ച കാണുമോ? അപ്പൊ ഇത്തരത്തിൽ ഉള്ള ചിന്താഗതി, നമ്മൾ എന്തിനാണോ പരമപ്രധാനം, ഭക്തി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, രാവിലെ എഴുന്നേറ്റാൽ ഞാൻ പറഞ്ഞു, സാത്വികമായിട്ട് ശരീരശുദ്ധി വരുത്തിക്കൊണ്ട് ഭഗവാനെ പൂജിക്കുന്ന കർമ്മം ആദ്യം ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്തു അതൊക്കെ സക്സസ് ആവും. യാതൊരു ചഞ്ചലാവസ്ഥ ഉണ്ടാവില്ല, യാതൊരു സംശയവും. നിങ്ങൾ സാധിക്കില്ല എന്ന് വിചാരിച്ച് പോകുന്ന കാര്യം പോലും സാധിക്കും, യാതൊരു സംശയവും. പക്ഷേ പരമപ്രധാനം വിഷയസുഖങ്ങൾ മാത്രമാണ് എന്ന് വിചാരിക്കുന്നതാണ് പ്രശ്നം. അതാണെങ്കിൽ ആ വിഷയസുഖങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ അത് ആർജിക്കാൻ വേണ്ടിയിട്ട് പല വക്രബുദ്ധി കൊണ്ടും അന്യായമായ മാർഗങ്ങളിൽ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അത് ക്ഷേത്രം നടത്തിപ്പുകാരായിക്കോട്ടെ, ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അമ്പലവാസികളായിക്കോട്ടെ, ഒന്നും പറയണ്ട, സന്യാസി മഠമായിക്കോട്ടെ, പണം സമ്പാദിക്കണമെന്ന് എങ്ങനെയെങ്കിലും കുറെ കാശുണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ ആധ്യാത്മിക മാർഗത്തെ പോലും ദുർവിനിയോഗം ചെയ്യും. അന്യായമായിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഏത് വിധത്തിലും, ഇപ്പം അതിനൊക്കെ ഉദാഹരണം പറയാൻ പോയിഞ്ഞാൽ അനേകമുണ്ട്, അല്ലേ? ദരിദ്രനായിരിക്കുന്ന കുചേലൻ അവനവന്റെ കുടുംബത്തിൽ ഉള്ള പാത്രം മുഴുവൻ തപ്പിയിട്ട് സകല അവലിന്റെ ഒരു പിടി കിട്ടി, അത് പൊതിഞ്ഞ് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു ഭക്തന്റെ ഭാവത്തിൽ, നിഷ്കളങ്ക ഭാവത്തിൽ പോയി, ഇല്ലേ?
അത് സമർപ്പിച്ച് സന്തോഷത്തോടെ ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു പ്രത്യുപകാരം എന്ന നിലയിലായിക്കോട്ടെ ഇഷ്ടഭോഗങ്ങളെ കൊടുത്തു, അല്ലേ? ആ കഥ വായിക്കുമ്പോൾ ഇന്ന് ക്ഷേത്രങ്ങളിൽ എങ്ങനെ ഭാഗവതം വായിക്കുമ്പോൾ കുചേലവൃത്തം വായിക്കുന്ന സമയത്ത് 10 രൂപയുടെയോ 15 രൂപയുടെയോ ഇല്ലേ ഇന്നത്തെ വില അനുസരിച്ച് 50 റുപ്യയുടെ ഒരു 1/2 കിലോയുടെ പാക്കറ്റ് അവല് മേടിച്ചിട്ട് അത് 10 50 പാക്കറ്റ് ആക്കിയിട്ട് 50 റുപ്യ വെച്ച് ഒരു കിഴിക്ക് വാങ്ങിയിട്ട് അത് കൊണ്ടുപോയി സമർപ്പിച്ചാൽ സുഹൃതം കിട്ടുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് അന്ധവിശ്വാസികളാക്കുന്നത് എങ്ങനെയാന്ന് നോക്കുള്ളൂ. അവരിതൊക്കെ ചെയ്തിട്ട് ഇറങ്ങിയാലും വീട്ടിൽ ചെന്നാൽ ഈ സുഖം അത് ചെയ്യുന്ന ക്ഷേത്രത്തിനോ ഇല്ലെങ്കിൽ അത് അനുഭവിക്കുന്നവർക്കോ യഥാർത്ഥത്തിനോ ഒന്നും കിട്ടില്ല. കിട്ടും, അന്യായമായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കും എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞത് ഇത്തരത്തിലൊക്കെയാണ്, അല്ലേ? 10 രൂപയുടെ അവലിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ട് 10 പാക്കറ്റ് ആക്കിയിട്ട് 50 റുപ്യ വെച്ച് വിറ്റാൽ ഇത് അന്യായമായ മാർഗമല്ലേ? ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന സപ്താഹത്തിൽ നടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അതാണോ പണം സമ്പാദിക്കലാണോ പരമപ്രധാനം? ഇതൊക്കെ വിളിച്ചു പറയുന്നതുകൊണ്ട് എന്നെ ഇതൊന്നും പറയാനോ ഇല്ലെങ്കിൽ എന്നെ വിളിച്ച് പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ അവിടെ ഭക്തജനങ്ങൾ വരാതെയാകും, വഴിപാടില്ലാതെയാകും. അത് പറഞ്ഞു കേട്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പം ഇത്തരത്തിൽ അന്യായമായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിച്ചാൽ ഒരു ക്ഷേത്രമായാലും, അതുകൊണ്ടാണ് ഞാൻ ഗുരുവായൂരിൽ തന്നെ പറഞ്ഞ് അടുത്ത 10 വർഷത്തിനകം ഈ ക്ഷേത്രങ്ങൾ പോലും മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന കൊട്ടാരം പോലെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആരാധനാലയങ്ങൾ പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അടച്ചു പൂട്ടേണ്ടി വരും എന്ന് പറഞ്ഞു. ഇപ്പൊ ഭഗവാൻ എന്താ ചെയ്തത്? എല്ലാം അടച്ചു പൂട്ടിച്ചില്ലേ? ഇപ്പോഴും സ്വാതന്ത്ര്യത്തോടു കൂടി ക്ഷേത്ര ദർശനം നടത്താനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പം ഈ പ്രകൃതി വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ഈ പ്രകൃതി വിരുദ്ധം എന്ന് പറഞ്ഞാൽ ഈ പച്ചയായ ഹരിതപ്പ് അല്ലെങ്കിൽ പച്ചപ്പുണ്ടാക്കലല്ല പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതിയുള്ള സ്വഭാവത്തിൽ മാറ്റം വരുത്തുക, അതാണ് പ്രകൃതി വിരുദ്ധം. നമ്മുടെ സ്വഭാവത്തിന് വിരുദ്ധം, മനുഷ്യജന്മത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്ന സ്വഭാവം കാണിച്ചാൽ അന്യായമായ മാർഗത്തിലൂടെ എന്തും ചെയ്യാമെന്ന് ധരിക്കരുത്. അതിന് ലിമിറ്റുണ്ട്. അപ്പൊ അതിന്റെ പരിണത ഫലവും ഈ ഭക്തജനങ്ങൾ തന്നെ അനുഭവിക്കുക, അല്ലാതെ ഗുരുവായൂരപ്പനല്ല. അപ്പൊ അതുകൊണ്ട് ഏതാ പദ്ധതി നിശ്ചിത വിഷയസുഖഭാവം തന്നെ എല്ലാം എന്ന് പരമപുരുഷാർത്ഥം അത് തന്നെ നിശ്ചയത്തോടു കൂടി ചെയ്യുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്നർത്ഥം. അതുകൊണ്ട് ഇനി പറയുന്ന 3 ശ്ലോകത്തിൽ പറയുന്ന കാര്യങ്ങൾ ആസുരി സ്വഭാവത്തിന്റെ മൂർധന്യഭാവത്തെയാണ്. നമുക്ക് അത് അടുത്ത ദിവസം അതേപ്പറ്റി ചിന്തിക്കാം. ഇത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത നായന മാർഗേണ മഹിം മഹിഷാ ഗോ ബ്രാഹ്മണേഭ്യ സുമോത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.